അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തിരക്ക് പിടിച്ച ഈ ലോകത്ത് മൊബൈൽ സ്ക്രീനുകൾക്ക് മുന്നിൽ നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ നിശ്ചലമാകണം. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെറുമൊരു ചരിത്രമല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പായ നമ്മുടെ പ്രാണനായ സയ്യിദിന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പടച്ച റബ്ബിന്റെ ഒരു വലിയ അനുഗ്രഹമായി കാണണം. നിങ്ങളെ കാണുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾക്കായി കണ്ണുനീരൊഴുക്കിയ ആ കാരുണ്യക്കടലിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആ ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധമായ പ്രണയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് നിങ്ങൾ മുഴുവനായും കേൾക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലരെയും സ്നേഹിക്കുന്നു. നമ്മുടെ പൊന്നുമ്മയെയും ഉപ്പയെയും മക്കളെയും ഭാര്യയെയും ഒക്കെ നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടാകാം. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും ഉപരിയായി മുത്ത ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് അവൻ്റെ ഈമാൻ പൂർണ്ണമാകുന്നത്. കാരണം നാളെ വിചാരണയുടെ നാളിൽ എല്ലാവരും നമ്മ കൈവിടുന്ന നേരത്ത് നമുക്ക് തണലേകാൻ ആ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ത്വായിഫിന്റെ ആ തെരുവുകൾ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. നമ്മുടെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞു ഓടിച്ച ആ കറുത്ത ദിനം, പവിത്രമായ ആ തിരു ശരീരത്തിൽ നിന്ന് ചോര ഒലിച്ച് അവിടുത്തെ പാദരക്ഷകൾ രക്തത്തിൽ കുതിർന്നു പോയ നിമിഷം മലക്കുകൾ വന്ന് അനുവാദം ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് അനുവാദം നൽകിയാൽ ആ ജനതയെ രണ്ടും മലകൾക്കിടയിലിട്ട് ഞാൻ തകർക്കാൻ നശിപ്പിച്ചു കളയാം. പക്ഷേ ആ കാരുണ്യക്കടലായ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നു. അല്ലാഹുവേ, ഇവർക്ക് നീ മാപ്പ് നൽകണമേ, ഇവർ അറിവില്ലാത്തവരാണല്ലോ എന്നാണ് മദീനയുടെ മണ്ണിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വിതുമ്പിക്കരഞ്ഞു. ആ നിമിഷം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ എൻ്റെ മനസ്സ് വിതുമ്പുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ എൻ്റെ മനസ്സ് വിതുമ്പുകയാണ്. സഹാബികൾ അത്ഭുതപ്പെട്ടു. അങ്ങയുടെ കൂടെയുള്ള ഞങ്ങളല്ലേ ആ പ്രിയപ്പെട്ടവർ? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അല്ല, നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ് സഹാബ. എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ശേഷം വരാനിരിക്കുന്നവരാണ്. അവർ എന്നെ കണ്ടിട്ടില്ല, എങ്കിലും അവർ എന്നെ ജീവനേക്കാൾ പ്രണയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നനഞ്ഞത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയായിരുന്നു. മരണവേദന അനുഭവിക്കുമ്പോഴും അവിടെ നസ്റാഹീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മരണവേദന അത്ര കഠിനമാണെങ്കിൽ ആ വേദന മുഴുവൻ എനിക്ക് നൽകൂ. എൻ്റെ പാവ ഉമ്മത്തിന് നീ മരണം എളുപ്പമാക്കി കൊടുക്കൂ. അവിടുത്തെ അവസാന നിമിഷങ്ങളിൽ ആ ചുണ്ടുകൾ മന്ത്രിച്ചത് ഉമ്മത്തി ഉമ്മത്തി എന്നായിരുന്നു. സുഹൃത്തുക്കളെ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അവിടുത്തെ പേരിൽ ഒരൊറ്റ സ്വലാത്ത് ചെല്ലാൻ നിങ്ങൾ മടിക്കരുതേ. നിങ്ങളിൽ എത്ര പേർക്ക് ഹബീബിനോട് സത്യസന്ധമായ പ്രണയമുണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കമന്റുകൾ ആ പ്രണയത്തിന്റെ സാക്ഷ്യപത്രമാകട്ടെ. നാളെ മഹ്ശറയുടെ ആ മൈതാനത്ത് എല്ലാവരും എൻ്റെ അവസ്ഥ എന്ത്, എൻ്റെ കാര്യമെന്ത് എന്നോർത്തി വിറക്കുമ്പോൾ പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ വീണ് നമുക്ക് വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥിക്കാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അന്ന് ആ കാരുണ്യക്കടൽ പടച്ച റബ്ബിനോട് ഇറക്കും ദുആ ചെയ്യുന്നത്, റബ്ബേ, എൻ്റെ ഉമ്മത്തിന് നീ മാപ്പ് നൽകണമേ, എൻ്റെ ഉമ്മത്തിന് രക്ഷപ്പെടുത്തണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യും. അത്രമേൽ നമ്മെ സ്നേഹിച്ച ആ പ്രവാചകനെ നമ്മളെ ഉമ്മയെക്കാളും നമ്മളെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും മറ്റുള്ളവരെക്കാളും ഹബീബിനെ നാം സ്നേഹം വെക്കുക. അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക. ഹബീബിനെ നമ്മൾ ചേർത്ത് പിടിക്കുക. അല്ലാഹു നമ്മെ ഏവരെയും സ്വർഗത്തോപ്പിൽ മുത്ത് ഹബീബിനോടൊപ്പം ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.